ഉപ്പള കൊണ്ടേവൂർ നിത്യാനന്ദ യോഗാശ്രമത്തിൽ വിശ്വം എന്ന പേരിൽ പുതുതായി നിർമ്മിച്ച അതിഥി മന്ദിരം കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക് ഉദ്ഘാടനം ചെയ്തു. അനുബന്ധമായി സംഘടിപ്പിച്ച ധാർമ്മിക സഭ പ്രമുഖരുടെ പങ്കാളിത്തം കൊണ്ടും വിവിധങ്ങളായ പരിപാടികൾ കൊണ്ടും പ്രൗഢഗംഭീരമായി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. സമൂഹത്തിന്റെ സമസ്ത മേഖലയുടെയും നേരിലും നന്മയിലും ഊന്നിയുള്ള പുരോഗതിക്കും അധസ്ഥിതരുടെയും അടിസ്ഥാന വർഗത്തിന്റെയും ആശ്വാസത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നടത്തിവരുന്ന വിവിധവും വിപുലവുമായ സേവന സഹായ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് ഉപ്പള കൊണ്ടേവൂർ ശ്രീ നിത്യാനന്ദ യോഗാശ്രമത്തിൽ സൗകര്യപ്രദമായൊരു അതിഥി മന്ദിരം നിർമ്മിച്ചത്. വിശ്വമാനവർക്ക് വിശ്രമിക്കാനുള്ള ഇടം എന്ന വിശാലമായ അർത്ഥത്തിൽ വിശ്വമെന്നാണ് ആകർഷകമായ അതിഥി മന്ദിരത്തിന് നൽകിയിരിക്കുന്ന പേര്. മസ്കത്തിലെ വ്യവസായിയായ വിശ്വനാഥൻ വെങ്ങരയുടെ ആശ്രമത്തിനുള്ള സഹായ സമർപ്പണം കൂടിയാണിത്. പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ട വ്യക്തികൾക്കെല്ലാം ഘോഷയാത്രയോടുകൂടിയുള്ള ഊഷ്മളമായ വരവേൽപ്പ് നൽകി. തുടർന്ന് ആശ്രമാധിപതി സ്വാമി യോഗാനന്ദ സരസ്വതിയുടെ മഹനീയ സാന്നിധ്യത്തിൽ കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് യശോ നായിക് അതിഥി മന്ദിരത്തിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. തുടർന്നാണ് ആശ്രമം ഓഡിറ്റോറിയത്തിലെ പ്രൗഢമനോഹരമായ വേദിയിൽ ധാർമ്മിക സഭ നടന്നത്. പ്രാർത്ഥനാ ഗീതത്തോടെയായിരുന്നു തുടക്കം. സ്വാമി യോഗാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് പരിപാടിക്ക് സമാരംഭം കുറിച്ചു. തുടർന്ന് കേന്ദ്രമന്ത്രി ശ്രീപദ് യശോ നായിക് ധാർമ്മിക സഭ ഉദ്ഘാടനം ചെയ്തു. आदरणीय प्रताप चंद्र सारंगी जी ने इस देश में इस स्वर्ण भूमि में हमारा दायित्व क्या है, हमारी सोच किस तरह से होनी चाहिए, हम किस तरह से आगे बढ़ना चाहिए, पूर्वजों ने जो कुछ हमारे लिए रखा हुआ है वो सोच के खाली उसका अर्थ समझ के चुप नहीं बैठना चाहिए. जब भी हम किसी को बोलेंगे वो बोलने का नैतिक अधिकार में हमें होना चाहिए, इसलिए अच्छा कर्म हमारे हाथों से भी होना चाहिए. एक संतों का मैंने कहावत सुनी थी. ये कहावत ऐसी है कि माता जी अपने बच्चों को लेके स्वामी जी से संत के पास गई और उन्होंने कंप्लेन कर दिया कि ये बच्चा जो है दिन रात गुड़ खाता है. മുൻ കേന്ദ്രമന്ത്രിയും ഒറീസയിലെ ബാലസോർ മണ്ഡലത്തിൽ നിന്നുള്ള MP-യുമായ പ്രതാപ് ചന്ദ്ര സാരംഗി മുഖ്യപ്രഭാഷണം നടത്തി. धर्म के प्रति असहिष्णुता के कारण एक नया शब्द ढूंढा गया, वैल्यूज का. वो भी, लेकिन ये सारा वैल्यू एडिशन का आधार क्या है? धर्म. मनुष्य जीवन और पशु जीवन में क्या अंतर है? आहार निद्रा भय मैथुनम च सामान्यमेतत् पशुभिर्नराणां धर्मो हितेषा अधिको विशेषा धर्मेण हीना पशुभिः समानम्. चार विषय में मनुष्य और पशु समान. मनुष्य भी खाता है, पशु भी खाता है. मनुष्य भी सोता है, पशु भी सोता है. मनुष्य का भी काम वासना है, पशु का भी है. और मनुष्य का भी निद्रा है, पशु का भी निद्रा है. और मनुष्य का भी भय है, पशु का भी भय है. तो मनुष्य को निडर कौन बनाएगा? धर्म. धर्मो हितेषाम अधिको विशेषा. धर्म ही स्पेशल है जो पशु में नहीं है. രാജ്യസഭാ MP കെ നാരായണ ബംഗളൂരു, മുൻ രാജ്യസഭാ MP-യും CMR യൂണിവേഴ്സിറ്റി ആൻഡ് CMR ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി ചെയർമാനുമായ ഡോക്ടർ KC രാമമൂർത്തി IPS, മുംബൈയിലെ ഹേരാംബ ഇൻഡസ്ട്രീസ് ചെയർമാൻ സദാശിവ ഷെട്ടി കുളൂർ കന്യാന, മുണ്ടപ്പള്ള ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി KK ഷെട്ടി, ബംഗളൂരുവിലെ ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ രമേശ് രാജു, മുംബൈ ഹേരാംബ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ രഘുരാം ഷെട്ടി, കബിക്കാട് ശ്രീ ഉമാ മഹേശ്വരി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി AJ ശേഖർ, മസ്കറ്റ് വ്യവസായി വിശ്വനാഥൻ വെങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂരിൽ നിത്യാനന്ദ യോഗാശ്രമം സ്ഥാപിക്കുന്നതിനായി സൗജന്യമായി 50 സെന്റ് സ്ഥലം വിട്ടു നൽകിയ വിനോദ് തോലാമ്രയും പത്നിയും ഇതിന്റെ ആധാരത്തിന്റെ പകർപ്പ് വേദിയിൽ വെച്ച് സ്വാമിയെ ഏൽപ്പിച്ചു. അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആശ്രമം വകയായി ഭൂരഹിതരായ 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനായി 5 സെന്റ് ഭൂമി വീതം നൽകുകയും ചെയ്തു. കാര്യപരിപാടിക്ക് പര്യവസാനം കുറിച്ച് സ്വാമി യോഗാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി. ಇಷ್ಟೆಲ್ಲ ಕಾರ್ಯಕ್ರಮ ಮಾಡುವ ಹಿಂದಿನ ನಮ್ಮ ಘನವಾದ ಉದ್ದೇಶ ನಮ್ಮ ಮಠ ದೊಡ್ಡದಾಗಬೇಕು ಅಂತ ಮಾತ್ರ ಅಲ್ಲ, ದೊಡ್ಡದಾದ ಮಠಕ್ಕೆ ದೊಡ್ಡ ದೊಡ್ಡ ಮನುಷ್ಯರೆಲ್ಲ ಇಲ್ಲಿ ಬಂದು
ಈ ಊರಲ್ಲಿರುವಂತಹ ಜನಗಳ ಸೇವೆ ಆಗಬೇಕು, ಕಷ್ಟದಲ್ಲಿದ್ದವರಿಗೆ ಪರಿಹಾರ ಕೊಡುವಂತ ಒಳ್ಳೆ ಶ್ರದ್ಧಾಗಿಯಿಂದ ಶಕ್ತಿ ಕೇಂದ್ರವಾಗಿ ಬರಬೇಕು. ಭೂಮಿ ಇಲ್ಲದವರಿಗೆ ಭೂಮಿ, ಮನೆ ಇಲ್ಲದವರಿಗೆ ಮನೆ, ಏನೆಲ್ಲ ಕಷ್ಟವಿದೆ ಅಂತವರಿಗೆಲ್ಲ ನೋಡಿ, ಆಗಲೇ ಹೇಳಿದ್ರು ಇಷ್ಟು ಮನೆ ಕಟ್ಟಿಕೊಟ್ಟಿದೆ ಅಂತ. ನಾವಿಲ್ಲಿ ಕಟ್ಟಿಕೊಡುವ ಮನೆ, ಈಗ ಭೂಮಿ ಇವತ್ತು ಸ್ವಲ್ಪ ಜನಕ್ಕೆ ಭೂದಾನವನ್ನ ಮಾಡಿದೆ. ಇದೆಲ್ಲ ನಮ್ಮ ಊರಿನಲ್ಲಿ ಅವಶ್ಯಕತೆ ಇರುವುದು. ಇದೆಲ್ಲ ಕೊಡ್ಲಿಕ್ಕೆ ಕಾರಣ ಈ ಒಂದು ಕೇಂದ್ರ ಎಲ್ಲರೂ ಸೇರುವ കേന്ദ്രവാദದಿಂದ ಮಾತ್ರ. വിശിഷ്ടാതിഥികൾക്കെല്ലാം സമുചിതമായ ആദരവ് നൽകി. കൂടാതെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്കെല്ലാം വിഭവസമൃദ്ധമായ അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.